ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക്ബുക്ക്. ജാഷീസ് കുക്ക്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൾഫിലും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരിൽ മിക്കവരും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സ്ഥിരം കാണാറുള്ളതും എന്നാൽ ഇതുവരെ അതിൽ ഭൂരിഭാഗം പേരും പരീക്ഷിക്കാൻ സാധ്യതയില്ലാത്തതുമായ ഒരു ഐറ്റം കൊണ്ട് നല്ല അടിപൊളി സ്നാക്കാണെന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ ഒരു ഐറ്റം കൊണ്ട് ഒന്നല്ല, ഒരുപാട് വിഭവങ്ങൾ നമുക്കുണ്ടാക്കാം. പക്ഷെ നമ്മൾ മലയാളികൾ അധികം ആരും ഇത് വാങ്ങി കാണാറില്ല. ഇത് വെച്ച് എന്തുണ്ടാക്കിയാലും കിട്ടിലും ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്താണെന്നല്ലേ? ഇതാണ് ക്രാബ് സ്റ്റിക്ക്. അപ്പോൾ ക്രാബ് സ്റ്റിക്കിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അതുകൊണ്ട് ഇത് മേടിക്കാനും പരീക്ഷിക്കാനും ആഗ്രഹിക്കുന്നവരും അതുപോലെ ഇതെന്താണെന്ന് അറിയാത്തവരും ദയവായി വീഡിയോ ലാസ്റ്റ് വരെ കാണണേ. ആദ്യം നമുക്ക് റെസിപ്പി നോക്കാം. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്കായി ജാഷീസ് കുക്ക് ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഒന്നും തന്നെ മിസ്സാവാതെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ക്രാബ് സ്റ്റിക്ക് കൊണ്ട് ഒരു ഫ്രൈഡ് റോളാണ് ഉണ്ടാക്കുന്നത്. റെഡി ടു ഈറ്റ് ആയിട്ടാണ് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നത്. പക്ഷെ നമുക്കൊന്നും ഇതിങ്ങനെ നേരിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക്. അങ്ങനെ കഴിക്കുന്നവരും ഉണ്ടാകും കേട്ടോ. കണ്ടില്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇതിൻ്റെ പാക്കിംഗ് എല്ലാം. ഇതുപോലെ കവർ ചെയ്തിട്ടാണ് എല്ലാ ക്രാബ് സ്റ്റിക്കും ഉണ്ടാവുക. അപ്പം ആദ്യം നമുക്ക് എല്ലാറ്റിൻ്റെ കവർ ഒന്ന് മാറ്റാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. ഇത്രയും ലൂസായിട്ടാണ് കേട്ടോ മാവ് കലക്കേണ്ടത്. ഇനി നമുക്ക് ഈ സ്റ്റിക്ക് കലക്കി വെച്ച മാവിലും ബ്രെഡ് ക്രംസിലും ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് ബ്രെഡ് ക്രംസിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം സ്റ്റിക്ക് നമുക്ക് ഈ മാവിലും പിന്നെ ബ്രെഡ് ക്രംസിലും പിന്നെ വീണ്ടും മാവിലും ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ 2 പ്രാവശ്യം റോൾ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ്ങോട് കൂടിയ ഫ്രൈഡ് റോൾ നമുക്ക് ഉണ്ടാക്കാം. എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഓയിൽ ഒഴിച്ച് നന്നായി ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാം കേട്ടോ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി വേവിച്ചിട്ട് റെഡി ടു ഈറ്റ് ആയിട്ടാണ് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ട് നമ്മൾ പല മെത്തേഡിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതെന്ന് മാത്രം. അങ്ങനെയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം മാവിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് പുറംഭാഗം ഇരിക്കുന്നത്. ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റും ആണ്. മൈനൈസ് അല്ലെങ്കിൽ കച്ചപ്പിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഞണ്ടും മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം ഇതെന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമുക്കിതുപോലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഈ ക്രാബ് സ്റ്റിക്ക് ഇമിറ്റേഷൻ ക്രാബ് സ്റ്റിക്കാണ്. കണ്ടില്ലേ, ഇതിന്മേൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഇൻഗ്രീഡിയൻസിൽ നോക്കിയാൽ അറിയാം 94% ഫിഷ് മീറ്റ് ആണ് ഇതിലുള്ളത്. പക്ഷെ ടേസ്റ്റ് നമ്മൾ ക്രാബ് മീറ്റ് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സോസേജും ബർഗറൊക്കെ വാങ്ങി കഴിക്കാറില്ലേ, അതുപോലെയൊക്കെ തന്നെ അത് ചിക്കൻ അല്ലെങ്കിൽ മറ്റു മീറ്റൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഫിഷ് മീറ്റ് ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാതും ഫ്രോസൺ തന്നെയാണ്, അതുപോലെ പ്രിസർവ് ചെയ്ത് വരുന്നതുമാണ്. അപ്പോൾ പരീക്ഷിച്ച് നോക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനിയും ക്രാബ് സ്റ്റിക്ക് കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള റെസിപ്പികൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇത് ആരെങ്കിലും മുന്നേ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ കമൻറ്റിലൂടെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ക്രാബ് സ്റ്റിക്ക് വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി അറിയാമെങ്കിൽ അതും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ. വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്.
ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.